വെൽക്കം ബാക്ക് ടു ബിഹൈൻഡ് ദ ഷോസ്. അപ്പോൾ നമ്മുടെ പാർട്ടികളെ റിവ്യൂ ചെയ്യുന്ന ഫസ്റ്റത്തെ സീരീസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. പാർട്ടികളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരു 3-4 വീഡിയോസ് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട പാർട്ടികളെ കുറിച്ചായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. അവരെ ആ പാർട്ടികളെ കുറിച്ചുള്ള റിവ്യൂ, നമ്മൾ സിനിമകളെ കുറിച്ചുള്ള റിവ്യൂ കേട്ടിട്ടുണ്ട്. ഇടയ്ക്കൊരു ഇന്റർവ്യൂവിലും മൈത്രൻ പറയണ കേട്ടിട്ടുണ്ട്, നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് റേറ്റിംഗ് ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ കൊണ്ടുവരണം എന്നുള്ളത്. ഞാനും പലപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പം എന്താ പറയുക, അങ്ങനെ നമ്മുടെ നാട്ടിലില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെ വരുമോ എന്നുള്ള കാര്യം സംശയമാണ്. പക്ഷെ നമുക്ക് അവരെക്കുറിച്ച് റിവ്യൂ പറയാം. അത് എന്താ പറയുക, നമ്മളെ ഭരണഘടന നമുക്ക് തന്നിട്ടുള്ളൊരു സ്വാതന്ത്ര്യമാണ്. അവരെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം എന്നുള്ളത്. അപ്പം ഞാൻ ഉദ്ദേശിച്ചു, ഇങ്ങനെ ഇലക്ഷനൊക്കെ അടുത്ത് നിൽക്കുന്ന സമയത്ത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ച് ഒരു റിവ്യൂ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണെന്ന് തോന്നി. അത് എൻ്റെ അഭിപ്രായമാണ്, എൻ്റെ മാത്രം അഭിപ്രായമാണ്. ഞാനത് സംസാരിക്കുന്നു അല്ലെങ്കിൽ ഞാനത് പറയുന്നു എന്നുള്ളത്. അത് നിങ്ങളുടെ അഭിപ്രായമായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ അത് അങ്ങനെയാണ് എന്ന് അടിച്ചേൽപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. എങ്കിലും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. അപ്പോൾ അത് ഓരോ പാർട്ടികൾ, നമ്മളൊരു 5 പാർട്ടിനെയാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ഓരോ പാർട്ടിനെ കുറിച്ചും ഓരോ വീഡിയോസ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമ്മളിന്ന് ആദ്യം സംസാരിക്കാൻ പോകുന്നത് LDF ഗവൺമെൻറ്റിനെ കുറിച്ചാണ്, LDF പാർട്ടിനെ കുറിച്ചാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിലവിൽ നമ്മുടെ ഭരണത്തിലിരിക്കുന്ന ഒരു ഗവൺമെൻറ് എന്ന് പറഞ്ഞത് LDF ഗവൺമെൻറ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആദ്യം സംസാരിക്കേണ്ടത് അവരെക്കുറിച്ച് തന്നെയാണ്. അവരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യമേ നമ്മൾ സംസാരിക്കേണ്ട ഒരു ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചാണ്. പലപ്പോഴും നമുക്കൊരു ഇഷ്ടക്കേട് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടൊക്കെ പുള്ളിയോട് തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ വ്യക്തിയോട് തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു പ്രായത്തിൽ, അതായത് കറക്റ്റ് പ്രായം എനിക്ക് അറിയത്തില്ല, ഗൂഗിൾ ചെയ്തൊക്കെ നമുക്ക് അറിയാൻ പറ്റും, എങ്കിലും അത്യാവശ്യം നല്ല പ്രായമുള്ള വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു പ്രായത്തിലും അദ്ദേഹം നമ്മുടെ കേരളത്തിന് വേണ്ടി, അല്ലെങ്കിൽ കേരളത്തിലെ ഓരോ കാര്യങ്ങൾക്കും വേണ്ടി പ്രയത്നിക്കുന്നു, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ഓർക്കുന്നതിൽ വലിയ സന്തോഷം. പിന്നെ ഞാൻ പറഞ്ഞു, ഒരുപാട് തവണ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയൊക്കെ. പക്ഷേ എങ്കിലും അതൊരു പ്രായത്തിൻ്റെ, അല്ലെങ്കിൽ അത്രയും പ്രായമുള്ളൊരു മനുഷ്യൻ, ഇപ്പം എൻ്റെ അച്ഛനേക്കാളും പ്രായമുള്ളൊരു വ്യക്തിയാണ്. അല്ലെങ്കിൽ ഏറെക്കുറെ ഇപ്പം എനിക്ക് എൻ്റെ അച്ഛൻ മരിച്ചുപോയി, ഏകദേശം പുള്ളി ഇന്ന് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ആ ഒരു പ്രായമുണ്ട്. അതായത് ഒരു അപ്പൂപ്പൻ്റെ പ്രായമുണ്ട് എന്ന് പിണറായി വിജയൻ. അപ്പോൾ ആ ഒരു പ്രായത്തിലും അദ്ദേഹം നമ്മുടെ കേരളത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാവുന്നതിൽ എന്താ പറയുക, നമുക്ക് അഭിമാനിക്കാം എന്നുള്ളതാണ്. പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്, നമ്മുടെ മുഖ്യമന്ത്രി ഇങ്ങനെ ആയിരിക്കണം, അതായത് എപ്പോഴും ചിരിച്ച് മുഖത്തോടെ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മളോട് സന്തോഷത്തോടെ സംസാരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം. നമുക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടില്ല. അതാണ് നമുക്ക് പുള്ളിയോടുള്ള, അല്ലെങ്കിൽ ആ വ്യക്തിയോടുള്ള ഒരു ഇഷ്ടക്കേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അത് നമ്മൾ വലിയ രീതിയിൽ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ നാട്ടിൽ നടക്കേണ്ട കാര്യങ്ങൾ നീറ്റായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. കാരണം ഇതിനു മുമ്പിരുന്ന നമ്മുടെ മുൻ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി ആയിരുന്നു. ഉമ്മൻചാണ്ടി എപ്പോഴും ഒരു ചിരിച്ച മുഖത്തോടുകൂടിയാണ് പലപ്പോഴും ഉമ്മൻചാണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ഒരു എക്സ്പെക്റ്റേഷൻ നമുക്ക് പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നുള്ളത് വലിയൊരു തെറ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. കാരണം അത് ചില വ്യക്തിയുടെ ബോഡി ലാംഗ്വേജ് ആയിരിക്കാം, എല്ലാവരും ഒരുപോലെ ആയിരിക്കണമെന്നില്ലല്ലോ. പിന്നെ നമുക്ക് സംസാരിക്കേണ്ടത് അവരുടെ LDF ഗവൺമെൻറ്റിൻ്റെ അവരുടെ ഭരണ മികവിനെ കുറിച്ചാണ്. എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അത് മെയിനായിട്ട് നമുക്ക് എടുത്ത് പറയേണ്ടത്, അല്ലെങ്കിൽ ഒഴിവാക്കാനാകാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ 10 വർഷത്തിനിടയ്ക്ക് വന്ന 3 കാര്യങ്ങളെക്കുറിച്ച്. ഒന്ന് നിപ്പ വൈറസ്, 2 COVID-19, പിന്നെ പ്രളയം. ഈ 3 കാര്യങ്ങളെ ഈ ഗവൺമെൻറ് വളരെ മികവോടുകൂടി തന്നെ നേരിട്ടു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നമ്മൾ എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് നേരിട്ടെങ്കിൽ പോലും നമ്മുടെ മുമ്പിൽ നിൽക്കാൻ ഒരു ഗവൺമെൻറ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നല്ല രീതിയിൽ മുമ്പിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ഗവൺമെൻറ് ഉണ്ടായിരുന്നു എന്നുള്ളത് അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളും പുറകോട്ട് നിന്നപ്പോൾ കേരളം എല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകയായി മുന്നോട്ട് നിന്നതിൻ്റെ മെയിൻ ഒരു കാര്യം നമ്മുടെ ഗവൺമെൻറ് തന്നെയാണ്. അത് ഇവരുടെ മികവായിട്ട് കണ്ടേ പറ്റത്തുള്ളൂ, അത് പറഞ്ഞേ പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ലൈഫ് മിഷൻ പദ്ധതി. ഒരുപാട് വീടില്ലാത്ത ആൾക്കാർക്ക് ഈ ഒരു പദ്ധതിയിലൂടെ ഒരുപാട് ആൾക്കാർക്ക് വീട് നൽകാൻ നമ്മുടെ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. അത് വലിയൊരു കാര്യമാണ്. പിന്നെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ദേശീയപാത വികസനം. അത് എന്താ പറയുക, ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണെങ്കിൽ പോലും നമ്മുടെ സർക്കാർ അതിനുവേണ്ടി വളരെയധികം വലിയൊരു ഇനിഷ്യേറ്റീവ് എടുത്തതിന് ശേഷമാണ് നമുക്ക് നല്ലൊരു ദേശീയപാത നമ്മുടെ നാട്ടിൽ വരാനും, അല്ലെങ്കിൽ അതിൻ്റെ പണികളൊക്കെ നടക്കാനും സാധിച്ചത്. അത് നമ്മുടെ സർക്കാരിൻ്റെ വലിയൊരു മികവ് തന്നെയാണ്. പിന്നെ ഈ ഒരു സമയത്ത് തന്നെ ചർച്ച ആയിക്കൊണ്ടുവന്ന മറ്റൊരു കാര്യമാണ് ക്ഷേമ പെൻഷൻ്റെ കാര്യം. ഏകദേശം 600 രൂപയിൽ നിന്നിരുന്ന ക്ഷേമ പെൻഷൻ ഈ സമയത്ത് അതിൻ്റെ ഇരട്ടിയായിട്ട് നമ്മുടെ ആളുകളുടെ കയ്യിലോട്ട് എത്തുന്നതിന് ഏറ്റവും വലിയൊരു കാരണം ഈ ഒരു സർക്കാരാണ്, അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാരാണ്, LDF സർക്കാരാണ്. അത് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം അത്യാവശ്യം നമ്മുടെ പ്രായമായ ആൾക്കാർക്കും
വയ്യാത്തവർക്കൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകും, മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടാണ് നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കുന്ന രീതിയിലുള്ള എമൗണ്ട് അവരുടെ കയ്യിലോട്ട് എത്തിച്ചു കൊടുക്കാൻ ഈ ഒരു ഗവൺമെന്റിന് അവർക്ക് വലിയൊരു പങ്ക് അതിൻ്റെ അകത്തുണ്ട്. കാരണം അതിനുവേണ്ടി അത് നമ്മൾ പറയുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇലക്ഷൻ തന്ത്രം എന്നൊക്കെ വേണമെങ്കിൽ പറയാമെങ്കിൽ പോലും അത് ലഭിക്കുന്ന ആൾക്കാർക്ക് അത് വലിയൊരു സഹായമാണ്. ഇനി പറയാൻ പോകുന്നത് അവരുടെ പോരായ്മകളെ കുറിച്ചാണ്. നമ്മൾ മികവിനെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമില്ല. മികവിനെ കുറിച്ച് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇലക്ഷൻ പ്രചരണമായി പോകും. ഞാനൊരിക്കലും ഇവിടെ ഇലക്ഷൻ പ്രചരണമല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരുടെ പോരായ്മകളെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് പോരായ്മകൾ ഈ ഒരു കാലഘട്ടത്തിനുള്ളിൽ അവരുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ അത് മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേതാക്കന്മാരെ സെലക്ട് ചെയ്തിരിക്കുന്ന കാര്യം. അതായത് LDF ഗവൺമെന്റിന്റെ ഭാഗത്തുള്ള മന്ത്രിമാർ അല്ലെ MLA എന്നൊക്കെ പറയുന്ന കുറച്ച് ആളുകൾ, അത് പലർക്കും അർഹതപ്പെടാത്ത അല്ലെങ്കിൽ അർഹതപ്പെട്ടവരാണ് നമുക്ക് ജനങ്ങൾക്ക് ഫീൽ ചെയ്യാത്ത ഒരുപാട് ആൾക്കാർ ഈ ഗവൺമെന്റിലുണ്ട് എന്നുള്ളതാണ്. അത് ഏത് മാനദണ്ഡത്തിലാണ് അവരൊക്കെ അധികാരത്തിൽ വന്നതെന്നുള്ള കാര്യത്തിൽ നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അതൊക്കെ സർക്കാരിന്റെ കാര്യങ്ങളാണ്. എങ്കിൽ പോലും നമുക്ക് പലരെയും നമുക്ക് അതിനകത്ത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് വലിയൊരു സത്യമാണ്. അപ്പോൾ അത് ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുള്ള ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് എനിക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരും. പിന്നെ ചില പദ്ധതികൾ എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾക്കത് കംഫർട്ടബിൾ ആണോ അല്ലെങ്കിൽ അവർക്കത് ഓക്കെ ആണോ എന്ന് പോലും ചിന്തിക്കാണ്ട് ചില പദ്ധതികൾ അനൗൺസ് ചെയ്യുന്നു, അതിനുവേണ്ടി ഇനീഷ്യേറ്റീവ് എടുക്കുന്നു. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ. അതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കെയർ പദ്ധതി. ഈ കെയറിന്റെ സമയത്ത് ഇവിടെ കേരളത്തിൽ എന്തൊക്കെ സംഭവിച്ചെന്നുള്ള കേസ് നമ്മളൊക്കെ കണ്ടാണ്. എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ ചില പദ്ധതികളൊക്കെ ജനങ്ങൾക്ക് വേണ്ടാത്ത അല്ലെങ്കിൽ ജനങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ജനങ്ങളോട് അടിച്ചേൽപ്പിക്കുന്ന ചില രീതിയിൽ. ഇപ്പോൾ കെയറിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടാത്ത എന്ന് പറയുന്നതിൽ അർത്ഥമില്ല, അത് ജനങ്ങൾക്ക് വേണ്ട ഒരു കാര്യമാണ്. പക്ഷേ അത് ജനങ്ങളോട് ആലോചിക്കാണ്ട്, അതായത് നമുക്കിതിങ്ങനെ ചെയ്യാം, ജനങ്ങളുടെ ഒരു സമ്മതം, എന്താ പറയുക, ജനങ്ങളുടെ ഒരു സഹകരണം ഇല്ലാണ്ട് ചെയ്തൊരു പരിപാടിയായിപ്പോയി അതൊക്കെ. അപ്പൊ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ജനങ്ങളോട് അടിച്ചേൽപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മൾ വെറുപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ എന്നെയൊക്കെ പേഴ്സണലി വെറുപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഇവരുടെ ന്യായീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവർക്ക് പേഴ്സണലി കുറേ ന്യായീകരണ തൊഴിലാളികളുണ്ട്. നമുക്ക് സോഷ്യൽ മീഡിയ വഴി നമുക്ക് ഇഷ്ടം പോലെ കാണാം. അത് യൂട്യൂബിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്, ഇൻസ്റ്റാഗ്രാമിലുണ്ട്. എവിടെയും ഇവരുടെ ന്യായീകരണ തൊഴിലാളികൾ ഇഷ്ടം പോലെ. ഇവർക്ക് എനിക്കൊന്ന് ശമ്പളം കൊടുത്തിരുത്തിയേക്കണം തോന്നുന്നു. അത്രത്തോളം ആളുകൾ ഇവർക്ക് വേണ്ടി ഇവരെ ന്യായീകരിക്കാനായിട്ടുണ്ട്. അത് വളരെയധികം മോശപ്പെട്ട ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. കാരണം നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റുണ്ടാക്കി കഴിഞ്ഞാൽ അത് അംഗീകരിക്കുന്നത് എന്താണ് ഒരു ബുദ്ധിമുട്ട്, അത് അംഗീകരിക്കുന്നത് നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ അങ്ങനെ ഒരു സംഭവം LDF ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതായിട്ട് എനിക്ക് അറിയത്തില്ല. അതായത് ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഭാഗത്ത് അങ്ങനെ സംഭവിച്ചു പോയി, ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കാമെന്ന് പറയുന്നൊരു വാക്ക് അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം ഞാൻ കേട്ടിട്ടില്ല. അത് വളരെ മോശപ്പെട്ട, കാരണം LDF അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന ഒരു പ്രസ്ഥാനത്തെ തന്നെ വെറുപ്പിക്കുന്ന രീതിയിലുള്ള ചില പരിപാടികളാണ് ഈ ന്യായീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഈ ഒരു ഭാഗം അല്ലെങ്കിൽ ആ ഒരു ഭാഗം വഹിക്കുന്ന ആൾക്കാരാണ് ഈ മീഡിയാസിൽ വന്നിരുന്ന് വർത്താനം പറഞ്ഞത്, ഡിബേറ്റിലൊക്കെ വന്നിരുന്ന് വർത്താനം പറഞ്ഞ ആളുകൾ. അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ ആളാണ് അനിൽകുമാർ എന്ന് പറഞ്ഞ ഒരാൾ. അയാളുടെയൊക്കെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം വെറുപ്പിക്കുന്നൊരു വ്യക്തി ഈ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് വേറെ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. അപ്പം അങ്ങനെ കുറേ ആൾക്കാർ അതിനകത്ത് പേരെടുത്ത് പറയാൻ ഒരുപാട് പേരുണ്ട്, പക്ഷെ അതൊന്നും നമ്മൾ പറയുന്നില്ല. എങ്കിലും അനിൽകുമാറിന്റെ പേരെടുത്ത് പറയണമെന്ന് എനിക്ക് തോന്നി. കാരണം അത്രത്തോളം മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും വന്നിരുന്ന് പറയാൻ അദ്ദേഹത്തെ കഴിഞ്ഞ് വേറെ ആളില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെ കുറച്ച് ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ഈ പാർട്ടിയുടെ പ്രതിച്ഛായ ഉയർത്തുമല്ല, പ്രതിച്ഛായ ചവിട്ടി താഴ്ത്തി പണ്ടാറടക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിന്നെ പണ്ടൊക്കെ നമുക്ക് ഈ ചോര വീണ മണ്ണിൽ നിന്ന് ഉയർന്നു വന്ന ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഈ രോമൊക്കെ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു അഭിമാനമായിരുന്നു. കാരണം നമുക്ക് വേണ്ടി ഒരു പാർട്ടി അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എനിക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഒരു പാർട്ടി ഉണ്ടാവും എന്നൊക്കെ ഒരു തോന്നൽ പണ്ട് എനിക്കുണ്ടായിരുന്നു. കാരണം അത് കേൾക്കുമ്പോൾ ഒരു ചുമല കൊടിയൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര വികാരമായിരുന്നു. പക്ഷെ ആ ഒരു വികാരം ഒന്നും നിലവിലില്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം അത്രത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ആ ഒരു LDF ഗവൺമെന്റ് കമ്മ്യൂണിസം എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിൽ നിന്ന് ഒരുപാട് മാറിപ്പോയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം നമ്മൾ ജനാധിപത്യത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുമല്ലോ, ജനാധിപത്യം എന്ന് പറയുമ്പോൾ ജനങ്ങളാണ് അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. പണ്ട് കേരളത്തിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പാർട്ടിയാണ്, അല്ലെങ്കിൽ ആ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ജനങ്ങളായിരുന്നു എന്ന് പറയാം നമുക്ക്. പക്ഷെ ഇന്ന് അത് അങ്ങനെയല്ല. ഇന്ന് കമ്മ്യൂണിസം എന്ന് പറയുന്നത് കുറെ നേതാക്കന്മാരുടെ ഇങ്ങനെ കയ്യിൽ ഒതുക്കി പിടിച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. ആവശ്യമുള്ളവർക്ക് കൊടുക്കുന്നു. അത് ഒരു ചോയ്സ് അനുസരിച്ചാണ്, സെലക്റ്റീവാണ് ഇന്ന് പല കാര്യങ്ങളും അവർ ചെയ്യുന്നത്. അത് കമ്മ്യൂണിസ്റ്റിന് ചേർന്ന ഒരു കാര്യമായിട്ട് പലപ്പോഴും തോന്നിയിട്ടില്ല. അത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ LDF ഗവൺമെന്റിന് പലപ്പോഴും തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഗുണങ്ങളും പോരായ്മകളുമായിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ സംസാരിച്ചു. ഇനി പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എങ്കിൽ പോലും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മളോട് സംസാരിച്ചത്. ഇനി അവർ നിലവിലത്തെ സിറ്റുവേഷനിൽ മുന്നോട്ട് അധികാരത്തിൽ വരുമോ എന്നുള്ള കാര്യം നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, അധികാരത്തിൽ വന്നാൽ അത് അവരുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് നമുക്ക് കാണേണ്ടി വരും. കാരണം മൂന്നാമത്തെ തവണയും കേരളത്തിൽ ഇന്നുവരെ സംഭവിക്കാത്ത രീതിയിൽ മൂന്നാമത്തെ തവണയും
LDF ഗവൺമെന്റ് അധികാരത്തിൽ വരിക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷേ ചാൻസസ് എത്രത്തോളം ഉണ്ടെന്ന് വെച്ചാൽ ഏറെക്കുറെ 50-50 ചാൻസ് ആണ്. കാരണം അത്യാവശ്യം നല്ല പ്രിപ്പറേഷനിലാണ് കോൺഗ്രസും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ജനങ്ങളും പല കാര്യത്തിലും ഈ ഒരു ഗവൺമെന്റിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അതിൻ്റെ അകത്ത് മെയിനായിട്ട് ശബരിമലയിലെ പ്രശ്നങ്ങൾ, അങ്ങനെ കുറേ അധികം പ്രശ്നങ്ങളിലൂടെയാണ് സർക്കാർ ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പിന്നെ ജനങ്ങളാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത്. അധികാരത്തിൽ വരണം എന്ന് തീരുമാനിക്കുന്ന ജനങ്ങളാണ്. ഒരിക്കലും പാർട്ടിക്കാർ കുറേ പേര് തീരുമാനിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നേതാക്കന്മാർ തീരുമാനിച്ചുകൊണ്ടൊന്നും കേരളത്തിൽ ഭരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പോകുന്നത്. അതിന് ജനങ്ങൾ തീരുമാനിക്കണം. അപ്പം ജനങ്ങൾ തീരുമാനിക്കും, ജനങ്ങൾ തീരുമാനിക്കട്ടെ. ജനങ്ങളുടെ ആ ഒരു വിധിയെഴുത്തിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി മേ ബി അവർ അധികാരത്തിൽ വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഭരണം അവർക്ക് കാഴ്ച വെക്കാൻ സാധിക്കട്ടെ. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ പല പഴയ കമ്മ്യൂണിസ്റ്റുകാരും പറയുന്നുണ്ട് ഇന്ന് LDF ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ഞങ്ങൾക്ക് കണക്കാക്കാൻ പറ്റുന്നില്ല. കാരണം കമ്മ്യൂണിസം അതിനിടയിൽ ഇല്ല എന്നവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു രീതിയിലോട്ട് പോകാതെ നല്ലൊരു എന്താ പറയുക ഒരു ഭരണം കാഴ്ചവെക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയനെ കുറിച്ചാണ്. അതായത് ഇനി നാളെ പിണറായി വിജയൻ മാറി മറ്റൊരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ മറ്റൊരു തലവൻ ആ ഒരു സ്ഥാനത്തോട്ട് വരാൻ നമ്മൾ ആരെ സജസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ആരാണ് അങ്ങനെ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്കറിയത്തില്ല. കാരണം അങ്ങനെ ഒരു പിണറായി വിജയന് നേരെ കട്ടക്ക് നിൽക്കാൻ പറ്റുന്ന ഒരാളെന്ന് CPM അല്ലെങ്കിൽ LDFിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. കാരണം അങ്ങനെയുള്ള ചൂണ്ടിക്കാണിക്കാൻ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പം അത്രത്തോളം ഒരു വ്യക്തിപ്രഭാവം ഉള്ള ഒരാളാണ് പിണറായി വിജയൻ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം ഒരു വലിയ വിജയിച്ച് തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് LDF എന്ന ഗവൺമെന്റിനെ കുറിച്ച് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ അതൊന്നും നമുക്ക് ഒറ്റ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ നല്ലതുണ്ട്, മോശമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിന് നിങ്ങൾക്കും സംസാരിക്കാൻ, നിങ്ങൾക്കും അഭിപ്രായങ്ങൾ പറയാം. കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ദോഷങ്ങളും ഗുണങ്ങളും നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. കാണുന്ന ആൾക്കാർ കാണട്ടെ, അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കോൺഗ്രസിന്റെ ഒരു റിവ്യൂ ആയിട്ട് കാണാം. ബൈ.